നമസ്കാരം. KC വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സേവ്യർ. പ്രധാന വാർത്തകൾ. പണിയെടുത്തില്ലെങ്കിൽ പണി കിട്ടും. വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർമാർ അലംഭാവം തുടർന്നാൽ പിരിച്ചുവിടുമെന്നും മുഖ്യമന്ത്രി. തൊഴിലാളി വർഗ സർവാധിപത്യം സാധ്യമാകണമെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്ന KPMS അടക്കമുള്ള സംഘടനകളെ ചേർത്ത് നിർത്തണമെന്ന് തുറവൂർ സുരേഷ്. സാധാരണക്കാരന്റെ ഉന്നമനമാകണം ഭരണകർത്താക്കളുടെ ലക്ഷ്യമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി V. രാധാകൃഷ്ണ മേനോൻ. മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല. ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് ജന്മം നൽകിയ നാടും താരങ്ങളും അവഗണനയുടെ നടുവിൽ. വാർത്തകൾ വിശദമായി. തലവടി എടത്വ തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കണ്ടു. പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേരിട്ടെത്തി. എടത്വ തലവടി തകഴി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അടങ്ങുന്ന സംഘം കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടിരുന്നു. ഇതേ തുടർന്ന് ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച മുഖ്യമന്ത്രി തിരുവല്ല TBയിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും അടങ്ങുന്ന സംഘവുമായി ചർച്ച നടത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തി. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വാട്ടർ അതോറിറ്റി MDയെയും മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു. തലവടി എടത്വ തകഴി പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം അടിയന്തരമായി പരിഹരിക്കുന്നതിന് മുഖ്യമന്ത്രി 9.5 ലക്ഷം രൂപ അനുവദിച്ചു. പമ്പ് ഓപ്പറേറ്റർമാർ യഥാസമയം ജോലി ചെയ്യുന്നില്ലെങ്കിൽ അവരെ പിരിച്ചുവിട്ട പഞ്ചായത്ത് തീരുമാനിക്കുന്നവരെ ഓപ്പറേറ്റർമാരായി നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിലെ പമ്പ് ഓപ്പറേറ്റർമാർക്ക് ഒരു അവസരം കൂടി നൽകുകയാണ്. ഇനിയും അലംഭാവം തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കാരണം നമുക്ക് വെള്ളം ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, പിന്നെ പ്രോജക്റ്റ് ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. ഇവിടുത്തെ കേസെന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. സോഴ്സ് ഉണ്ട്, വെള്ളമുണ്ട്, പ്രോജക്റ്റ് ഉണ്ട്, കിട്ടുന്നില്ല, പക്ഷേ നമുക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ഇവർ ഈ പറഞ്ഞതുപോലെ വെള്ളം ഉള്ളതാണ് ശരിയെങ്കിൽ വളരെ സീരിയസ് ആയി. പമ്പ് ഓപ്പറേറ്റർമാർ ഉദാസീനത കാട്ടുന്നു, ഇഷ്ടാനിഷ്ടത്തിനൊത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കാനൊക്കത്തില്ല. അവർ വർക്ക് ചെയ്യുന്നെങ്കിൽ വർക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ പിരിച്ചു വിട്ടേച്ച് പഞ്ചായത്തുകൾക്ക് സ്വീകാര്യനായിട്ടുള്ളവർ എടുക്കണം. പിന്നെ അതിന്റെ പേരിൽ ഒരു പരാതി ഡിപ്പാർട്ട്മെന്റിന് കേൾക്കാൻ പറ്റുകയില്ല. അത് വന്നാൽ പഞ്ചായത്തുകാർ മാനേജ് ചെയ്തോണം, ഇല്ലെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എടുത്തോളാം. ഗവൺമെന്റ് വേണം ഡയറക്ഷൻ. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ആളുകളുടെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നമായിട്ട് ഒരു കാരണവശാലും പറ്റില്ല. ആ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവരിതാകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നവരെ വെച്ചേക്കുക, പിന്നെ ഡിപ്പാർട്ട്മെന്റിന് ഒരു വഴിയും കേൾക്കാൻ പറ്റില്ല. ഈ പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ KCU വാർത്തകളാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇത് കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് അദ്ദേഹം നേരിട്ട് മുഖ്യമന്ത്രിയെ നിരവധി തവണ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഞായറാഴ്ച തിരുവല്ല TBയിലെത്തിയ മുഖ്യമന്ത്രിയെ MLA ടെലിഫോണിൽ ബന്ധപ്പെട്ട വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി സമരങ്ങളാണ് കുടിവെള്ളത്തിനായി ഈ പ്രദേശത്ത് അരങ്ങേറിയത്. നീരേറ്റുപുറം ജലശുദ്ധീകരണശാല കമ്മീഷൻ ചെയ്തെങ്കിലും തലവടി എടത്വ തകഴി പഞ്ചായത്തുകളിൽ കുടിവെള്ളം ലഭ്യമായിരുന്നില്ല. തന്നെയുമല്ല, നീരേറ്റുപുറം പ്ലാന്റ് വന്നതോടെ തിരുവല്ല കറ്റോട് നിന്ന് ഈ പ്രദേശത്തേക്കുള്ള ജലവിതരണം വാട്ടർ അതോറിറ്റി നിർത്തുകയും ചെയ്തതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണമായത്. ന്യൂസ് ഡെസ്ക് KCV. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിഴവുകളെ ചൂണ്ടിക്കാണിക്കുന്ന കറക്റ്റീവ് ഫോഴ്സാണ് കേരള പുലയർ മഹാസഭയെന്ന് KPMS സംസ്ഥാന ട്രഷറർ തുറവൂർ സുരേഷ്. കേരള പുലയർ മഹാസഭ കുട്ടനാട് യൂണിയൻ 38ാമത് വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ഇടതുപക്ഷ വിരുദ്ധമാണ് KPMS ഭരിക്കുന്നതിലെ ഈ വായനയ്ക്കും ആണ് കുഴപ്പം. വായനകൾക്കിടയിൽ വരികൾക്കിടയിൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കറക്റ്റ് ചെയ്യും. ഇതൊരു കറക്റ്റീവ് ഫോഴ്സാണ്. CPIയുടെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കി അവരെ കൊണ്ട് നമുക്കനുകൂലമായി ചിന്തിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ അടവുനയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്ത് നമ്മൾ നഷ്ടപ്പെട്ട പോയിട്ട് ചേർത്ത് നിർത്താനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം രൂപീകരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ നിലപാട്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജനാംഗീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നമ്മളെ സ്വീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, നമ്മൾ അംഗീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അടവുനയങ്ങൾ സ്വീകരിക്കുമ്പോൾ ആ പാർട്ടിയുടെ അണികളും വിശ്വാസികളും അവിടെ തന്നെ നിലനിൽക്കും, അവിടെ തന്നെ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയും. KPMS ഏത് പുലയനോടാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ
വോട്ട് ചെയ്യാൻ പാടില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറി BJP-യിലേക്ക് പോകണം, കോൺഗ്രസിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടില്ല. KPMSന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നവർ രാഷ്ട്രീയ വിശുദ്ധിയുണ്ടാകും. അതുകൊണ്ട് ഒരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുക്കും. തൊഴിലാളി വർഗം എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷവും KPMS പ്രവർത്തകരാണ്. അപ്പോൾ തൊഴിലാളി വർഗ സർവാധിപത്യം കൈവരിക്കണമെങ്കിൽ തൊഴിലാളി വർഗത്തെ പ്രദാനം ചെയ്യുന്ന KPMS അടക്കമുള്ള കേരളത്തിലെ അടിസ്ഥാന വിഭാഗങ്ങളിലെ സംഘടനകളെ ചേർത്ത് നിർത്തണം. എന്നാൽ ഇതിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആദ്യകാലങ്ങളെക്കാൾ പിന്നോക്കം പോയെങ്കിൽ അത് തിരുത്തണമെന്ന് KPMS പറയുന്നത് ഒരു കറക്റ്റീവ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. പട്ടികജാതി പട്ടികവർഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന തരത്തിലുള്ള രാഷ്ട്രീയമാണ് KPMSന് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാമ്പുഴഗിരി ഹാത്തൂണ ഫൗണ്ടേഷൻ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ KK തങ്കപ്പൻ നഗറിൽ ചേർന്ന സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് KT കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു. KPMS സംസ്ഥാന കമ്മിറ്റി അംഗം K സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് K രാജപ്പൻ, സെക്രട്ടറി T സന്തോഷ് കുമാർ, TR ആനിയൻ, J വേണുകുട്ടൻ, PM വിനയൻ, MB ഷാജി, V മധുസൂദനൻ, ബിന്ദു ഗോപി, സാവിത്രി ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. പാവപ്പെട്ടവന്റെ ഉന്നമനമാണ് ഭരണകർത്താക്കൾ ലക്ഷ്യമിടേണ്ടതെന്ന് BJP സംസ്ഥാന സെക്രട്ടറി B രാധാകൃഷ്ണ മേനോൻ. കൈനഗിരി ഗ്രാമം കേരള സർക്കാർ ദത്തെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിലെ എല്ലാ MPമാർക്കും ഒരു പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ സ്വപ്നം ഒരു ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരിയുടെ ചുമതല, ഒരു ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുടെ ചുമതല, അത് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനെ, പിന്നോക്കക്കാരനെ, സാധാരണക്കാരനെ നോക്കിക്കൊണ്ടായിരിക്കണം നിർവഹിക്കണം. പട്ടിണിക്കാരനും പാവപ്പെട്ടവനുമായ ഒരു വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ടാവണം ആ പ്രദേശം, തന്റെ അധികാര പ്രദേശത്തെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകളുടെ ഉന്നമനമാവണം. ഒരു ഭരണാധികാരി പദ്ധതിയും പരിപാടിയും ആവിഷ്കരിക്കുമ്പോൾ, ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ വരേണ്ടത് എന്ന യാഥാർത്ഥ്യമാണ്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭാരതത്തിലെ എല്ലാ MPമാരും ഓരോ ഗ്രാമത്തെയും ദത്തെടുത്തിരിക്കുകയാണ്. അതേ മാതൃകയിൽ കൈനഗിരി ഗ്രാമത്തെ ദത്തെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും രാധാകൃഷ്ണ മേനോൻ ആവശ്യപ്പെട്ടു. സ്വാഗത സംഘം ചെയർമാൻ KR മോഹൻദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ദേശീയ ഗെയിംസിൽ മെഡൽ ജേതാക്കളെ കലവൂർ N ഗോപിനാഥ് ആദരിച്ചു. തുടർന്ന് BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വെളിയാങ്കുളം പരമേശ്വരൻ ഭീമഹർജി ഏറ്റുവാങ്ങി. TK അരവിന്ദാഷൻ, MR സജീവ്, SD രവി, ശരത് ചന്ദ്രൻ, റോയി മോൻ, റോയി മാമ്പ്ര, സുരേഷ് പരിയാത്ത്, AR സുരേഷ് അറക്കൽ എന്നിവർ സംസാരിച്ചു. നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങൾക്ക് ജന്മം നൽകിയ കുട്ടനാട്ടിലെ ചെമ്പുംപുറം ഇന്നും അവഗണനയുടെ നടുവിൽ. കുടിവെള്ളവും നടവഴിയും അടക്കം അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിലാണ് ചെമ്പുംപുറം. അർജുന അവാർഡ് ജേതാവ് സജി തോമസും ദേശീയ ഗെയിംസിൽ സ്വർണവും വെള്ളിയും വെങ്കലവുമൊക്കെ വാരിക്കൂട്ടിയ നിരവധി കായിക താരങ്ങൾക്കും ജന്മം നൽകിയ നാടാണ് കുട്ടനാട്ടിലെ ചെമ്പുംപുറം. ഇവർ നീന്തിയും തുഴഞ്ഞും പഠിച്ച നാട്ടുതോടുകളുടെ ഇന്നത്തെ അവസ്ഥയാണിത്. അർജുന അവാർഡ് ജേതാവ് സജി തോമസ്, ദേശീയ ഗെയിംസ് ജേതാക്കളായ ഡെറ്റിമോൾ വർഗീസ്, ബെറ്റി ജോസഫ്, സുബി അലക്സാണ്ടർ തുടങ്ങിയവർ വീട്ടിലേക്ക് ഒരു വഴിക്കും കുടിവെള്ളത്തിനുമായി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. പാടശേഖരത്ത് അടുത്ത കൃഷി ആരംഭിക്കുന്നതോടെ ഈ തോടുകളിലെ ജലം കൂടുതൽ മലിനമാകും. ഇപ്പോൾ തന്നെ കുടിക്കാനും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും ശുദ്ധജലമില്ലാതെ വിഷമിക്കുകയാണ് ഇവിടുത്തുകാർ. ഒരു അസുഖമുണ്ടായാൽ രോഗിയെ കസേരയിലിരുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഗതികേടാണ് ഇന്നും നിലനിൽക്കുന്നത്. നാടിന്റെ അഭിമാന താരങ്ങളായി പത്രത്താളുകളിലും TV ചാനലും നിറഞ്ഞു നിൽക്കുമ്പോഴും നടവഴിയും കുടിവെള്ളവും ഇന്ന് അന്യമാണ് ഈ താരങ്ങൾക്ക്. കുറച്ചു നാളായിട്ട് തന്നെ ഈ റോഡിന്റെ ഇവിടെ ഞങ്ങൾക്ക് ഈ വഴി ഭയങ്കര മോശമാണ്. ഈ കുട്ടനാട് പാക്കേജിന്റെ ഇപ്പൊ 2 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്ത പണി പക്ഷെ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. കാരണം ഇത് തോട്ടിക്കൂടെയും പോകാൻ പറ്റത്തില്ല, വഴി കൂടെ വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ ഒത്തിരി സ്പോർട്സുകാർ ഇപ്പോൾ പഴയ നേരത്തെ എൻ്റെ സീനിയേഴ്സൊക്കെ ഒത്തിരി പേര് സായിലുണ്ടായിരുന്നവരും ഒത്തിരി ഇന്റർനാഷണൽ പ്ലെയേഴ്സും ഉണ്ട്. ഈ ഏരിയയിൽ തന്നെ ഒത്തിരി പേരുണ്ട്, സ്പോർട്സ് ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ഒരു വഴി റെഡിയായി കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒത്തിരി ഇവിടെ തന്നെ ഒരു ഇന്റർനാഷണൽ പ്ലെയറിന്റെ ഫാദറിനെ കസേരയിൽ എടുത്തുകൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അടിയന്തര പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് ഈ ദേശീയ അന്തർദേശീയ താരങ്ങളോടും അവർക്ക് ജന്മമേകിയ നാടിനോടും അധികൃതർ കാണിക്കുന്ന അവഗണനയാവുമെന്നതിൽ തർക്കമില്ല. തലവടി ഗ്രാമപഞ്ചായത്ത് 9ാം വാർഡിൽ പ്രിയദർശിനി ജംഗ്ഷൻ മുതൽ മാലി കലുങ്ക് വരെയുള്ള റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനേക്കാളും ഒക്കെ കൂടുതൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പണ്ട് കാലത്തൊക്കെ ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വന്ന വഴി കോളേജ് പണ്ട് ജെയിംസ് പറയാത്ത പണ്ട് ഡോക്ടർ KC ജോസഫ് MLA ആയിരുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള വർക്ക് 2002 അന്ന് ചാർജ് ചെയ്ത വർക്കുകളൊക്കെയാണുള്ളത്. ഇന്ന് അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്
അത് ഒരു വിമർശനമല്ല, ഒരു പൊതു രംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഒരു പ്രദേശത്തിന്റെ വളർച്ച ഉണ്ടാകണമെങ്കിൽ ആ പ്രദേശത്തിന് ആ നിയോജകമണ്ഡലത്തിന് നേതൃത്വം കൊടുക്കുന്ന MLA-മാരുടെ സജീവമായ ഇടപെടലും സജീവമായിട്ടുള്ള ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രദേശങ്ങളിൽ നമുക്ക് വികസനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഒരു MLA സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ വലിയ സ്ഥാനമുണ്ട്. ചീഫ് സെക്രട്ടറിയുടെ മുകളിൽ ഇരിക്കുന്ന സ്ഥാനമാണ്. അസംബ്ലിയിൽ അദ്ദേഹത്തിന് സ്വന്തം നാടിന് വേണ്ടി പ്രശ്നങ്ങൾ ഉന്നയിക്കാം, അസംബ്ലിയിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പക്ഷെ ആ ഒരു ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു കുറവായി നമുക്ക്. ഗ്രാമപഞ്ചായത്ത് അംഗം ബീന മോൻസി അധ്യക്ഷത വഹിച്ചു. അമ്പിളി ഉത്തമൻ, ജെയിംസ് ചുങ്കത്തിൽ, ജോജി എബ്രഹാം, മണിദാസ് വാസു, ടെഡി എന്നിവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 15 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. മങ്കമ്പ് ഇലക്ട്രിക്കൽ സെഷന്റെ പരിധിയിൽ വരുന്ന 11 kV ലൈനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പൂപ്പള്ളി കൊടുവ ട്രാൻസ്ഫോർമറുകളിൽ നിന്നുള്ള വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിടും. തിങ്കളാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് വൈദ്യുതി തടസ്സം നേരിടുകയെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കുട്ടനാട്ടിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി NCP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ജോസ് കാവനാട്. നീരേറ്റുപുറം പ്ലാന്റിൽ നിന്നും 14 MLD വെള്ളവും തിരുവല്ല കറ്റോട് പ്ലാന്റിൽ നിന്നും 6 MLD വെള്ളവും കുട്ടനാട്ടിലേക്ക് എത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും ജോസ് കാവനാടൻ പറഞ്ഞു. കുട്ടനാട് MLA തോമസ് ചാണ്ടിയുടെ പ്രതിനിധിയായി മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിലെത്തിയതായിരുന്നു അദ്ദേഹം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ തോമസ് ചാണ്ടി MLA ഫോണിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിളിച്ച് ഫോണിൽ സംസാരിക്കുകയും മുഖ്യമന്ത്രി ഇന്നിവിടെ എത്തിച്ചേരുകയും മുഖ്യമന്ത്രിയുമായി ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. MLAയുടെ നിർദ്ദേശാനുസരണം ഇവിടെ ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ തീരുമാനം കൈക്കൊണ്ടു. മുഖ്യമന്ത്രി വാട്ടർ അതോറിറ്റി MDയെ, ചീഫ് എഞ്ചിനീയറെ എല്ലാം വിളിച്ച് നിർദ്ദേശം കൊടുത്തു. കുട്ടനാട്ടിൽ നിന്ന് നീരേറ്റുപുറത്തുനിന്ന് പമ്പ് ചെയ്യുന്ന 14 MLD വെള്ളവും തിരുവല്ല കറ്റൂട്ടുന്നടിക്കുന്ന 6 MLD വെള്ളവും അങ്ങനെ 20 MLD വെള്ളവും കുട്ടനാട്ടിൽ മുഴുവൻ കിട്ടണമെന്നും അതിനുള്ള അടിയന്തര നടപടിക്ക് വേണ്ടി ഇപ്പോൾ ചെയ്യേണ്ട അടിയന്തര നടപടിക്ക് 9.5 ലക്ഷം രൂപ ഇപ്പോൾ തന്നെ അനുവദിക്കുകയും ബാക്കി വരുന്ന 75 ലക്ഷം രൂപയുടെ അടുത്ത പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കുമെന്നും തീരുമാനമെടുക്കുകയും വാൽവ് ഓപ്പറേറ്റർമാരെയും പമ്പ് ഓപ്പറേറ്റർമാരെയും
ഗുണകരമായ രീതിയിൽ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അടിയന്തരമായി പിരിച്ചുവിടാനും ബാക്കി ചുമതല പഞ്ചായത്തിന് ഏൽപ്പിക്കുവാനും തീരുമാനിച്ചു. മങ്കമ്പു തെക്കേക്കര മുതൽ അമ്പതിൽച്ചിറ വരെയുള്ള നടവഴി നാട്ടുകാർ ചേർന്ന് യാത്രായോഗ്യമാക്കി. പ്രദേശത്തെ 50ഓളം പേർ ചേർന്നാണ് വഴി സഞ്ചാരയോഗ്യമാക്കിയത്. നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തേക്ക് വാഹനങ്ങൾ എത്തിപ്പെടാൻ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നാട്ടുകാർ ഒന്നിച്ചത്. വഴി നിർമ്മാണത്തിന്റെ ഭാഗമായി 3 മീറ്റർ വീതിയിലുള്ള വൃക്ഷങ്ങളും വേലികളും അടക്കം നീക്കം ചെയ്തു. എല്ലാ വർഷവും AC റോഡിനെ വെള്ളത്തിൽ മുക്കുന്നത് മൂലംപൊങ്ങപ്ര പാടശേഖരമാണ്. പാടശേഖരത്തെ മടവീഴ്ചയിൽ നിന്നും രക്ഷിക്കാൻ അമ്പതിൽച്ചിറ പുറംബണ്ട് ഉയർത്തി ബലപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, മറ്റ് പല പ്രദേശങ്ങളിലും വഴിയൊക്കെ തെളിക്കുമ്പോഴത്തേക്ക് 1000 ഇത് ആയിരക്കണക്കിന് ആളുകൾ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. 2-3 വാർഡുകളിലെ തെക്കുവശത്തുള്ള വാർഡുകളിലെ ആൾക്കാർ വരെ നടന്നു പോയിക്കൊണ്ടിരുന്ന വഴികളാണ്. ഞങ്ങൾ ജനപ്രതിനിധികളുടെ അടുത്ത് പല പ്രാവശ്യം മെമ്മോറാണ്ടം കൊടുക്കുകയും നിവേദനം സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടും യാതൊരു പ്രയോജനമില്ല. ഇപ്പോൾ ഞങ്ങൾ ഏതായാലും വഴി 3 മീറ്റർ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നത് ഞങ്ങൾ ചെയ്തിടുകയാണ്. ജനപ്രതിനിധികൾ ഇത് കണ്ട് ഞങ്ങളുടെ ദുരിതം മാറ്റാനായിട്ട് ഇതിനുള്ള ഫണ്ട് അനുവദിച്ച് തരുമെന്ന് ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ 2,85,000 രൂപ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതിന് വെച്ചിട്ടുണ്ട്. ബാക്കി വേണ്ട ഫണ്ടുകൾ അടുത്ത മഴക്കാലം പിടിക്കുന്നതിന് മുന്നേ ഞങ്ങൾക്കിവിടെ ചെയ്ത് കിട്ടിയാൽ ഈ നാടിനും ഇതിനടുത്ത് കിടക്കുന്ന വാർഡുകാർക്കും വളരെയേറെ പ്രയോജനം ചെയ്യും. 1050 മീറ്ററാണ് ഈ വഴിയുടെ നീളം. കേരള കോൺഗ്രസ് അമ്പലപ്പുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ആലപ്പുഴ അഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ കേരള കോൺഗ്രസ് ചെയർമാൻ സ്കറിയ തോമസ് അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാര് അങ്ങേയറ്റം സന്തോഷിക്കുന്നവരാണ്. മറിച്ച് UDFില് കേരള കോൺഗ്രസിനെ വളരാൻ കോൺഗ്രസും അതുപോലെയുള്ള വലിയ കക്ഷികള് കേരള കോൺഗ്രസിന്റെ വളർച്ച എങ്ങനെ മുരടിപ്പിക്കാം, കേരള കോൺഗ്രസിനെ എങ്ങനെ ഇല്ലാതാക്കാം, അതാണ് UDFിലെ മറ്റ് ഘടകകക്ഷികളുടെ സമീപനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഈ കേരള കോൺഗ്രസിലെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന കേരള കോൺഗ്രസ് നമ്മുടെ പ്രവർത്തകർക്ക് ഈ പരിപാടികൾ നടത്തുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കഴിയുന്നത്രയും ഒഴിവാക്കണം. ഒരു പാർട്ടിയുടെ ചെയർമാനോ നേതാവോ ഞാൻ പറയുന്ന രീതിയിൽ പറയുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. PT ഷാജഹാൻ, പ്രൊഫസർ ജോർജ് തോമസ്, ഐസക് പ്ലാപ്പള്ളി, വി മനു, AV സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KCV ന്യൂസ് ആലപ്പുഴ. മുൻ DCC പ്രസിഡന്റ് N മോഹൻകുമാർ അനുസ്മരണം ആലപ്പുഴയിൽ നടന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം DCC പ്രസിഡന്റ് AA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ നിലയിൽ എന്നും സ്മരിക്കപ്പെടുന്നത് വലിയ നേതാക്കന്മാരുടെ ഗണത്തിലേക്ക് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായ ഇതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ആ അംഗീകാരം കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് ലഭിച്ച ഒരു നേതാവാണ് ശ്രീ മോഹൻകുമാർ. P നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ V മുകുന്ദൻപിള്ള, രാജു, നെടുമുടി ഹരികുമാർ, അഡ്വക്കേറ്റ് PJ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ലബോറട്ടറി അസോസിയേഷൻ ജില്ലാ സമ്മേളനവും പഠന ക്ലാസ് നടന്നു. ആലപ്പുഴ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ TA വർക്കി ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് N ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു. PM ജോൺസൺ, PK പ്രകാശ്, ജോസഫ് സേവ്യർ, നൌഷാദ് മേട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിലായി ഡോക്ടർ RV ലാംലാൽ, ഡോക്ടർ സൂസൻ എന്നിവർ ക്ലാസുകൾ എടുത്തു. തലവടി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വാർഷികവും യാത്രയപ്പും നടന്നു. തിരുവല്ല വലിയ മെത്രാപ്പോലിത്ത മാർ ക്രിസോസ്റ്റം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജനിക്കപ്പെടുന്ന ലോകം അന്ന് നല്ല വിചാരിച്ചിരുന്ന നല്ലതാണ്. അന്ന് സത്യം അല്ലാതെ പറഞ്ഞ വ്യത്യസ്തമില്ലായിരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ഡോക്ടർ ജോസ് പാറക്കടവിൽ, ലാലി അലക്സ്, മോൻസി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടന്നു.
ഇനി ചരമവാർത്തകൾ. മുട്ടാർ കുറ്റിക്കോട്ടയിൽ KC കുഞ്ഞുകുഞ്ഞ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പണിയെടുത്തില്ലെങ്കിൽ പണി കിട്ടും. വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർമാർ അലംഭാവം തുടർന്നാൽ പിരിച്ചുവിടുമെന്നും മുഖ്യമന്ത്രി. തൊഴിലാളി വർഗ സർവാധിപത്യം സാധ്യമാകണമെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യുന്ന KPMS അടക്കമുള്ള സംഘടനകളെ ചേർത്ത് നിർത്തണമെന്ന് തുറവൂർ സുരേഷ്. സാധാരണക്കാരന്റെ ഉന്നമനമാകണം ഭരണകർത്താക്കളുടെ ലക്ഷ്യമെന്ന് BJP സംസ്ഥാന സെക്രട്ടറി V. രാധാകൃഷ്ണ മേനോൻ. മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല. ദേശീയ അന്തർദേശീയ താരങ്ങൾക്ക് ജന്മം നൽകിയ നാടും താരങ്ങളും അവഗണനയുടെ നടുവിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.